സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന ചാപ്റ്ററാണ്. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. സോ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ക്രിട്ടിക്കൽ മൂവ്മെൻറ്റ് 1980s US സ്റ്റാർട്ട് ചെയ്തത്. It is an approach to literary criticism which investigates the historical context of the text instead of its formal elements. അപ്പോൾ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ ഫോർമൽ എലമെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നതിൽ നിന്ന് മാറി അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി അന്വേഷിക്കാൻ തുടങ്ങുന്നതാണ് ന്യൂ ഹിസ്റ്റോറിസിസം. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസം ഫോം ചെയ്തത് ഫോർമലിസ്റ്റ് അപ്രോച്ചിനുള്ള ഒരു റിയാക്ഷനായിട്ടാണ്. ഓക്കെ, ടു ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ഹിസ്റ്ററി ഈസ് നോട്ട് എ പാസീവ് ബാക്ക്ഗ്രൗണ്ട് ടു ലിറ്റററി ടെക്സ്റ്റ് ബട്ട് ആൻ ആക്റ്റീവ് കൊളാബറേറ്റർ ഇൻ മേക്കിംഗ് മീനിങ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിന് മീനിങ് കൊടുക്കുക ഈ ലിറ്റററി കോണ്ടെക്സ്റ്റ് കൂടി നോക്കിയാലാണ്. സോ ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് കൊളാബറേറ്റർ എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ഗ്രീൻബ്ലാത്തും ലൂയി മോൺട്രോസും ഒക്കെയാണ് ഫേമസ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ്. അപ്പം ഹിസ്റ്റോറിസിസവും ന്യൂ ഹിസ്റ്റോറിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്റോറിസിസത്തിൽ ഒരു ലിറ്റററി വർക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് നോക്കുക. അതിൽ ലിറ്റററി വർക്ക് ഒന്നുകൂടെ ഒരു സുപ്രീം ആയിരിക്കും, ലിറ്റററി വർക്കിന് ആയിരിക്കും മുൻഗണന കൊടുത്തിട്ടുണ്ടാവുക. സോ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി അങ്ങനെയാണ് ഉണ്ടാവുക. ബട്ട് ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിനും ലിറ്റററി ടെക്സ്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ദേ ബോത്ത് സ്റ്റാൻഡ് സൈഡ് ബൈ സൈഡ് ഫോർ ദ സ്റ്റഡീസ്. അപ്പോൾ അതാണ് ന്യൂ ഹിസ്റ്റോറിസിസവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സ്റ്റീഫൻ ഗ്രീൻബ്ലാത്ത് ഹാസ് സെഡ് ദാറ്റ് ന്യൂ ഹിസ്റ്റോറിസിസം പ്ലേസസ് ലിറ്റററി ആൻഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് സൈഡ് ബൈ സൈഡ് ഫോർ സ്റ്റഡി. അപ്പോൾ സ്റ്റീഫൻ ഗ്രീൻബ്ലാത്ത് എന്ന് പറയുന്ന ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പറയുന്നുണ്ട് ലിറ്റററി ടെക്സ്റ്റും ഹിസ്റ്ററി ടെക്സ്റ്റും സൈഡ് ബൈ സൈഡാണ്, രണ്ടും ഒരേ ഈക്വലി ആണ് ഒരു സ്റ്റഡിക്ക് കൺസിഡർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ടിനെയും ഈക്വലായിട്ട് കാണുന്ന ആ ഒരു കൺസെപ്റ്റിനെ ലൂയി മോൺട്രോസ് ദ ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിനെയും ലിറ്റററി ടെക്സ്റ്റിനെയും ഈക്വലായി കാണുന്ന ആ ഒരു പ്രോസസ്സിനാണ് ലൂയി മോൺട്രോസ് ദ ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ടെനറ്റ്സ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം ആണ്, ന്യൂ ഹിസ്റ്റോറിസിസത്തിൻ്റെ തത്വങ്ങൾ. സോ ടെനറ്റ്സ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം, ദർ ആർ 4 tenets of new historicism. First one is the best way to understand literature is to understand the historical and cultural conditions of its production. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് വിശ്വസിക്കുന്നത് ഒരു ലിറ്ററേച്ചർ വർക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുന്നതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ടൈമിലുള്ള അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസിൻ്റെ ഒക്കെ സ്റ്റഡി നടത്തുവാണ്. ആൻഡ് ട്രഡീഷണൽ ഹിസ്റ്റോറിസിസ്റ്റും ന്യൂ ഹിസ്റ്റോറിസിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ട്രഡീഷണൽ ഹിസ്റ്റോറിസിസ്റ്റ് പ്രിവിലേജ് ലിറ്റററി ടെക്സ്റ്റ്, ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ലിറ്റററി ടെക്സ്റ്റ്, whereas in new historicism both literary text and non-literary text are equally considered. Okay, now the second tenet, new historicism rejects the transcendental quality of literature. It situates literary text among other texts of its age like the religious, legal and scientific. ഓക്കെ, അപ്പം ന്യൂ ഹിസ്റ്റോറിസിസം ലിറ്ററേച്ചറിനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി, ലിറ്ററേച്ചർ ഒരു മെയിൻ ആക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തി ലിറ്ററേച്ചറിനെ മറ്റ് ടെക്സ്റ്റുകളുടെ കൂടെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് റിലീജിയസ്, ലീഗൽ ആൻഡ് സയൻറ്റിഫിക് ടെക്സ്റ്റുകളുടെ ഒക്കെ കൂടെ ആ ഒരു കാലത്തുള്ള. ഓക്കെ, സോ ട്രാൻസെൻഡൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനാണ് എന്തോ ഒരു സ്പിരിച്വൽ റിയാലിറ്റി ഉള്ളത്, ലിറ്ററേച്ചറാണ് മേജർ എന്ന ആ ഒരു കൺസെപ്റ്റാണ്. സോ അതിൽ നിന്നും അത് റിജക്റ്റ് ചെയ്യുന്നു അവർ. മറ്റ് ടെക്സ്റ്റുകളുടെ കൂടെ തന്നെ ആ ലിറ്റററി ടെക്സ്റ്റിൻ്റെ പീരിയഡിലുണ്ടായിരുന്ന മറ്റ് റിലീജിയസ് ടെക്സ്റ്റുകളുടെയും ഒക്കെ കൂടെ തന്നെ ഈ ഒരു ടെക്സ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നു, ലിറ്റററി ടെക്സ്റ്റിനെയും. സോ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ഡു ലൈക്ക് ദാറ്റ്. നൗ ദ തേർഡ് ടെനറ്റ് ഇസ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് സീ ഹിസ്റ്ററി ആസ് എ സീരീസ് ഓഫ് റപ്ചേഴ്സ്. റപ്ചർ മീൻസ് ഓരോ വിള്ളലുകളൊക്കെ ഉള്ളത്. ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഹിസ്റ്ററി ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല, ഓരോ സമയത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഐഡിയ ഓഫ് Foucault. Now the fourth tenet is new historicists posit that it is not possible to comprehend or interpret periods of history completely. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റിൻ്റെ മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് പീരിയഡ്സ് ഓഫ് ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, now there are 3 main new historicists we have to go through: Michael Foucault, Stephen Greenblatt, Louis Montrose. ഓക്കെ, ഇപ്പോൾ സ്റ്റീഫൻ ഗ്രീൻബ്ലാത്ത് ആണ് ഈ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. Now Michael Foucault
redefine the term discourse. Discourse എന്നുള്ള ടേം ഒന്ന് റീഡിഫൈൻ ചെയ്തു. ഡിസ്കോഴ്സ് ഇസ് എ സോഷ്യൽ സിസ്റ്റം വെർ നോളജ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സർക്കുലേറ്റഡ്. അപ്പം ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. അതിലാണ് നോളജ് ഉണ്ടാവുന്നതും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതും. ആൾക്കാർ സംസാരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. മീൻസ് ഡിസ്കോഴ്സ് മീൻസ് പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ടോക്ക് ഓർ ടോക്ക് ഓൺ എനി ടോപ്പിക്. ടോക്ക് എന്ന് പറയുമ്പം ഇറ്റ് വിൽ ഇൻക്ലൂഡ് വർക്ക്സ്, ലിറ്ററേച്ചേഴ്സ്, എവറിഥിങ്. Okay, so it is a social system where knowledge is produced and circulated. Okay, and another idea of Foucault is that knowledge creates power, and all of the history that we see today has a certain power in them which operates inside the text. നമ്മൾ കാണുന്ന ഓരോ ഹിസ്റ്ററിക്കും ഓരോ പവർ ഉണ്ട്. ഓക്കെ, സോ അത് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. Now Stephen Greenblatt, he is an American Shakespearean literary historian. He is the founder of New Historicism, and അദ്ദേഹം ലിറ്റററി കൾച്ചറൽ ജേർണലായ റെപ്രസെൻറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. And he gave another name for New Historicism, that is cultural poetics. Both have the same concept. New Historicismൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് cultural poeticsലും. Okay. Now Louis Montrose. Louis Montrose made studies on Shakespeare and the Elizabethan age. And his essay Shaping Fantasies is important. And his idea is that he says that circulation of power can be spotted in literary works. So these are the main points of this chapter. So now go through your text. So that's all. Thank you for watching.